സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഭാവന, എങ്ങനെയുണ്ട് ഭാവന അർജുൻ സാറിന്? പൂജ, സ്ട്രോങ് ആയിട്ടിരിക്കേണ്ട സമയമായത്. ബോൾഡ് ആവണം. സാറിന് എങ്ങനെയുണ്ട്? നീ അത് പറ. എനിക്ക് സാറിനെ തിരിച്ചു കിട്ടണം. ആശുപത്രി സ്റ്റാഫ് ആയതുകൊണ്ട് തന്നെ സിറ്റുവേഷന്റെ ഗ്രാവിറ്റി പൂജയ്ക്ക് പിടികെട്ടി കാണുമല്ലോ. പൂജയിൽ നിന്ന് ഒന്നും മറച്ചു വെക്കുന്നില്ല. കണ്ടീഷൻ വളരെ മോശമാണ്. ഭാവന, നീ എന്താ പറഞ്ഞേ? സാറിന് നീ അങ്ങനൊന്നും പറയരുത്. നീ ഒന്ന് പ്രിപ്പയർ ആയിട്ടിരിക്കാൻ വേണ്ടി ഞാനൊരു മുന്നറിയിപ്പ് പോലെ പറഞ്ഞേ ഉള്ളൂ. ഞങ്ങള് മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവസ്ഥ വളരെ വളരെ ക്രിട്ടിക്കലാണ്. അത് നിന്റെ മനസ്സിൽ വേണം. പൂജ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. പൂജ, തിയേറ്ററിലെ കാര്യങ്ങളൊക്കെ ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ അങ്ങോട്ട് കയറാൻ പറ്റില്ല. നീ സ്റ്റാഫ് റൂമിൽ ചെന്നിരിക്കും. ഞാൻ അങ്ങോട്ട് വരാം. പൂജ, ഹോസ്പിറ്റൽ പ്രോട്ടോകോൾ ഒക്കെ നിനക്കും അറിയാവുന്നല്ലേ? നോക്ക, എന്റെ പൂജയുടെ കേസ് എന്ന് വെച്ചാ അത് എന്റെ കേസാ. നീ അതൊക്കെ എനിക്ക് വിട്ടേരെ, ഞാൻ നോക്കിക്കോളാം. ദൈവത്തിന്റെ അടുത്ത ആളല്ലേ നീ? പ്രാർത്ഥിക്ക്. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. നീ ധൈര്യമായിട്ടിരിക്കും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. മോനെ, ഒന്ന് വേഗം പോ. എനിക്ക് എന്റെ മോനെ ഒന്ന് കാണണം. അഖിലേ, മാധുരി, കരയില്ലേ മോളെ? നമ്മുടെ മോൻ അർജുൻ ഒന്നും സംഭവിക്കില്ല. നമ്മൾ എന്ത് ചെയ്യാന്? നമുക്കിനി പോകാം. ടെൻഷനൊക്കെ അങ്ങ് മാറ്റി. അല്ല, ഞാൻ പറയുന്നതേ, നമുക്കിവിടുത്തെ ഹോസ്പിറ്റലിലൊക്കെ ഒന്ന് അന്വേഷിക്കാം. ഏത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്ന് നോക്കാം. അർജുന്റെ അവസ്ഥ എന്താണെന്നൊന്ന് അറിയാം. നിന്നോട് ഞാൻ മലയാളത്തിലല്ലേ പറഞ്ഞത്? നമുക്കാദ്യം വീട്ടിൽ പോവാം, എന്നിട്ട് സമാധാനമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാം. നോക്ക്, നിനക്ക് വേണ്ടിയാ ഞാനിതൊക്കെ ചെയ്യുന്നത്. എനിക്കറിയാം. എന്നാലും അവൾ ഓരോ പ്രാവശ്യവും രക്ഷപ്പെട്ടു പോവാണല്ലോ. ഇപ്പൊ തന്നെ അവളുടെ തൊട്ടടുത്തെത്തിപ്പോ രക്ഷപ്പെട്ടു. ദൈവങ്ങളൊക്കെ അവളുടെ കൂടെയാ. സ്നേഹസദനത്തിൽ വെച്ചും അവൾക്കൊരു പ്രയാസം വന്ന ദൈവത്തിന്റെ മുന്നിൽ ചെന്നൊരു പ്രാർത്ഥനയുണ്ട്. അവളുടെ പ്രശ്നങ്ങള് അതോടെ മാറിക്കിട്ടും. നമ്മള് എത്രയൊക്കെ അവളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ദൈവത്തിന്റെ ഒരു കൂട്ട് അവൾക്കുണ്ടാവും. അമ്മ, എന്റെ ഓരോ
അവസ്ഥകളും അമ്മ എനിക്ക് തരുന്ന പരീക്ഷണമായിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. എനിക്ക് കൂടുതൽ ശക്തിയും ധൈര്യവും തരാൻ വേണ്ടി അമ്മ തരുന്ന പരീക്ഷണങ്ങളാണെന്ന് സമാധാനിച്ചു. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നു, അമ്മ എന്നെ ശിക്ഷിക്കുകയാണ്. എന്നെ സ്നേഹിക്കുന്നവർക്കും ഞാൻ സ്നേഹിക്കുന്നവർക്കും ഓരോ ദുഃഖങ്ങൾ കൊടുത്ത് അമ്മ എന്നെ ശിക്ഷിക്കുകയാണ്. ഇത്ര എന്നെ കരയിക്കാൻ ഞാൻ എന്ത് തെറ്റാ അമ്മയോട് ചെയ്തത്? അമ്മയെക്കുറിച്ച് ആലോചിക്കാതെ, അമ്മയുടെ മുന്നിൽ നമസ്കരിക്കാതെ എന്റെ ഒരു ദിവസമെങ്കിലും കടന്നു പോയിട്ടുണ്ടോ? ഞാനൊരു മാല ധരിക്കുന്നതിനേക്കാൾ എത്രയോ സംതൃപ്തിയും സന്തോഷവുമാണ് അമ്മയുടെ ചിത്രത്തിൽ മാല എണീക്കുമ്പോ എനിക്ക് കിട്ടുന്നത്. എന്റെ നേർച്ചകളിൽ എന്തെങ്കിലും ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ടോ? അഥവാ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണോ ശിക്ഷിക്കുന്നത്? അമ്മ, അർജുൻ സാറിന് ഈ അപകടം വരാൻ കാരണം ഞാനാ. എന്നെ രക്ഷിച്ച് അർജുൻ സാർ അപകടം സ്വയം ഏറ്റുവാങ്ങുകയായിരുന്നു. ഇങ്ങനെ ഒരു ത്യാഗം ആരെങ്കിലും ചെയ്യൂ അമ്മ? ഇങ്ങനെ ത്യാഗം ചെയ്ത ഒരാളെ അമ്മ കൈവിടുവോ? അമ്മ വേണമെങ്കിൽ എന്റെ ജീവൻ എടുത്തോളൂ, അർജുൻ സാറിന്റെ ജീവൻ തിരിച്ചു തരൂ. അർജുൻ സാറിന് എന്തെങ്കിലും സംഭവിച്ച അമ്മയുടെ മുന്നിൽ നിന്ന് ഞാൻ ശപഥം ചെയ്യാണ്, ആ നിമിഷം ഈ ഭൂമിയിൽ എന്റെ ജീവിതവും ഞാൻ അവസാനിപ്പിക്കും. അമ്മ, എന്നേക്കാ വലിയ ഭക്തിയാണ് അർജുൻ സാറിന്റെ അമ്മ. അർജുൻ സാറിന് എന്തെങ്കിലും സംഭവിച്ച ആ അമ്മയുടെ അവസ്ഥ എന്താവും ഊഹിക്കാൻ പറ്റുമോ അമ്മയ്ക്ക്? അഖിലിനും സായുനും ഏട്ടനെന്ന് വെച്ച ജീവന. ഹൃദയം നിറച്ച് മകനോടുള്ള സ്നേഹമായിട്ട് ആനന്ദ് സാർ കഴിയുന്ന ആ അച്ഛന്റെ അവസ്ഥ, അച്ഛമ്മയുടെ അവസ്ഥ, അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയല്ല, യാചിക്കുക. കരുണ കാണിക്കണം. അർജുൻ സാറിന്റെ ത്യാഗം അമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ, ആ ത്യാഗത്തെ അനുഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അർജുൻ സാറിനെ വേഗം സുഖപ്പെടുത്തണം. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അമ്മ, ഞാൻ ഒരിക്കൽ കൂടി പറയാ, ഉറപ്പായും ഞാൻ അമ്മയുടെ മുന്നിൽ ജീവൻ ഒടുക്കും. അമ്മ കരുണ കാണിക്കണം. അർജുൻ സാറിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. മോനെ, മോനെ, മോനെ. അമ്മ ബഹളം വെക്കാരിയമ്മേ, സമാധാനിക്ക്, നമുക്ക് കാണാം. അമ്മ ബഹളം വെക്കാതിരി, പറയുന്ന കേക്കമ്മ. നമുക്ക് കാണാം. നീ ബഹളം വെക്കാതെ. എനിക്ക് എന്റെ മോനെ അറിയാതിരിക്കമ്മ, പറയുന്ന കേക്ക്. ഡ്യൂട്ടി റൂമിൽ ആരെങ്കിലും ഉണ്ടോ നോക്ക്, അവരോട് പറ ഒന്നകത്ത് കയറണം. ഡോക്ടർ, ഞങ്ങൾ അർജുന്റെ ഫാമിലിയാ. അവൻ എങ്ങനെയുണ്ട് ഡോക്ടർ? ഞങ്ങൾക്കൊന്ന് അകത്ത് കയറി കാണണം. സോറി, ഇപ്പൊ അകത്തേക്ക് ആരെയും അനുവദിക്കാൻ പറ്റില്ല. ഡോക്ടർ, അങ്ങനെ പറയല്ലേ. എന്റെ മോനെ എനിക്ക് ഒന്ന് കാണണം പ്ലീസ്. ഡോക്ടർ ഇതവന്റെ അമ്മയാ, അവനെ ഒന്ന് കണ്ടോട്ടെ. മകന് നല്ല ചികിത്സയ്ക്ക് വേണ്ടിയാ, ഇപ്പൊ കാണാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അർജുന് ഒരു എമർജൻസി സർജറി ഉണ്ട്, അതിന് കൺസെന്റ് വേണം, ഇതിലൊരു ഒപ്പ് വേണം. തരൂ ഡോക്ടർ, ഞാൻ ഒപ്പിട്ട് തരാം. ഞാൻ അവന്റെ അച്ഛനാ. അത് പറ്റില്ല, നേരത്തെ ഒപ്പിട്ട ആള് തന്നെ വേണം, വൈഫിന്റെ ഒപ്പ് തന്നെ വേണം. വൈഫിന്റെ ഒപ്പോ? ഡോക്ടർ, ഞാൻ അവന്റെ അച്ഛമ്മയാ, ഞാൻ ഒപ്പിടാം. അവന്റെ വൈഫൊന്നും ഇവിടെ ഇല്ല. ഞാൻ ബ്രദറാ, ഞാൻ ഒപ്പിട്ട് തരാം ഡോക്ടർ. ആരെങ്കിലും ഒന്ന് ഒപ്പിട്ട് എന്റെ മോനെ ഒന്ന് രക്ഷിക്കോ? സോറി, അങ്ങനെ ആരെങ്കിലും ഒപ്പിടാൻ പറ്റില്ല. അർജുന്റെ വൈഫിന്റെ ഒപ്പ് തന്നെ വേണം. വൈഫാ ആളിനെ ഇവിടെ അഡ്മിറ്റ് ആക്കിയത്. വൈഫോ? ഡോക്ടർ, ഞങ്ങൾ ആരെങ്കിലും ഒപ്പിടാം.
പറഞ്ഞില്ലേ സാർ, പേഷ്യന്റിനെ ഇവിടെ അഡ്മിറ്റ് ചെയ്ത് വൈഫ് തന്നെ ഒപ്പിടണം. സർ ആ ഭാവന, പേഷ്യന്റിന്റെ വൈഫിന്റെ ഒപ്പ് വേണം. ഡോക്ടർ ഒരു മിനിറ്റ്, ആളിനെ ഞാൻ കൊണ്ടുവരാം. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എനിക്കറിയാം, ഞാൻ കൊണ്ടുവരാം. ശരി. ആനന്ദേട്ടാ, അമ്മേ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? ഈ ഭാവന എന്ന് പറഞ്ഞവള് അർജുന്റെ ഏത് ഭാര്യയെ വിളിക്കാനാ പോയിരിക്കുന്നേ? പൂജ, ഭാവനെ, സാറിന് എങ്ങനെയുണ്ട്? നീ വന്നേ, ഒരു കൺസെന്റ് ഒപ്പിട്ട് കൊടുക്കണം. വേഗം വാ, വന്നേ, വാ. ഡോക്ടർ, ഇതാണ് ഞാൻ പറഞ്ഞ പൂജ. പെട്ടെന്ന് ഒപ്പിട്ട് തന്നു. ഓക്കെ സർ. പൂജ, പൂജ, ഇവിടെ ഒപ്പിടും. ഒപ്പിടാൻ ഇവിടെ വേറെ ആൾക്കാരുണ്ട്. പൂജ, ഒപ്പിട്ടെ. ഓഹോ, അപ്പൊ ഇതിന്റെ പുറകിൽ നീയായിരുന്നല്ലേടി? ആരെ കൊണ്ടാടി അവനെ കൊല്ലിക്കാൻ നോക്കിയത്? Shut up. മധു, പൂജ, ഒപ്പിട്. നിക്ക്. ആശുപത്രിയിൽ ഒച്ചപ്പാടും ബഹളവും ആഗ്രഹിക്കുന്നില്ല. ദേ, ഇതുവരെ ഉള്ളത് കഴിഞ്ഞു. ഇനി ഞങ്ങളുടെ ജീവിതത്തിലോട്ട് വരരുത്. രാത്രി കത്തെഴുതി വെച്ചിട്ട് പോയതല്ലേ, ആ പോക്കങ്ങ് പോയാ മതി, എവിടേക്കെങ്കിലും. അമ്മ, എനിക്ക് തോന്നുന്നത് ഇവളാ അർജുനെ ഈ അപകടത്തിൽപ്പെടുത്തിയെന്നാ. എന്നിട്ട് ഭാര്യ എന്ന പേരിൽ ഒപ്പിട്ട് അവകാശവും സ്ഥാപിച്ച് വല്ല ഇൻഷുറൻസ് തുകയും തട്ടിയെടുക്കാനുള്ള നാടകമാണെന്ന് സംശയമുണ്ട്. അമ്മ പറഞ്ഞു കേട്ടില്ലേ? പൊക്കോ, എങ്ങോട്ടെങ്കിലും പൊക്കോ. അമ്മേ, മധു, ഇവിടെ വെച്ച് ഇങ്ങനെ ഒന്നും സംസാരിക്കണ്ട. കുട്ടി, ദയവായി ഇനി ഞങ്ങളെ വിഷമിപ്പിക്കരുത്. ഇനി വരില്ല എന്ന് കത്തെഴുതി വെച്ചിട്ട് പോയതല്ലേ, എങ്ങോട്ടാന്ന് വെച്ച് പോയിക്കോളൂ. ഞങ്ങൾ ജീവിച്ചു പോയിക്കോട്ടെ. നല്ല അടിയും കൊടുത്താ പറഞ്ഞയക്കേണ്ടത്, അല്ലെങ്കിൽ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. എന്റെ ആന്റി ഒന്ന് നിർത്ത്. പൂജിച്ച് പൊയ്ക്കോ. ഒരു പൂജേച്ചി, വിഷവിത്ത, വിഷവിത്ത്. മോളെ, ആന്റി എന്താ ഇവിടെ? അവിടെ സിറ്റി ഹോസ്പിറ്റലിൽ എന്ത് പറ്റി? അല്പ കോംപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു മോളെ, ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അല്ല, മോളെന്താ ഇവിടെ? അത് അല്ലമ്മേ, മോളുടെ ഡെലിവറി കഴിഞ്ഞോ? കഴിഞ്ഞു മോളെ, പെൺകുട്ടിയായിരുന്നു. മോളോടും ആ സാറിനോടും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ദൈവം പറഞ്ഞയച്ചതുപോലെയാ നിങ്ങൾ രണ്ടുപേരും അവിടെ എത്തിയത്. പിന്നെ മോള് സാറിനെ കണ്ടോ? അയ്യോ, എന്താ മോളെ, എന്തു പറ്റി? എന്താ കാര്യം? ആ സാറ്, അർജുൻ സാർ ഒരു അപകടത്തിൽപ്പെട്ടു. ഇപ്പൊ ഐസിയുല. അയ്യോ ഈശ്വര, വിശ്വസിക്കാൻ പറ്റുന്നില്ല മോളെ. എത്ര നല്ല ആളാ ആ സാറ്.
ഞാൻ പറഞ്ഞില്ലേ, ദൈവത്തിന്റെ മനസ്സുള്ള മനുഷ്യൻ. ദൈവങ്ങൾക്കൊന്നും പറ്റില്ല. മോള് വിഷമിക്കല്ലേ. മോളെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. മോളുടെ ഭർത്താവാണോ ആ സാറ്? ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചപ്പോ എനിക്ക് അങ്ങനെ തോന്നുന്നു. മോൾക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടല്ലോ അല്ലേ? ദൈവത്തിൽ മാത്രമേ വിശ്വാസമുള്ളൂ. എങ്കിൽ മോള് ശ്രീവല്ലി ക്ഷേത്രത്തിൽ ഉടനെ സാറിന് വേണ്ടി ഒരു നേർച്ച നേരണം. പല പൂജകളും ഉണ്ട്, ഇത്തിരി പ്രയാസമുള്ള പൂജകളും ഉണ്ട്. അവിടെ ചെന്ന് പൂജ ചെയ്താൽ നമ്മൾ ആർക്കു വേണ്ടിയാണോ പൂജ ചെയ്യുന്നത് ആ ആളിന് ഈശ്വര അനുഗ്രഹവും ഈശ്വരാധീനവും ഉണ്ടാവും. ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും മോളെ. എന്റെ മൂക്ക് കഴിഞ്ഞ മാസം ഉദരത്തിലുള്ള കുഞ്ഞിന് ചില കുഴപ്പങ്ങളൊക്കെ സംഭവിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞതാ. ഞാൻ ശ്രീവല്ലി അമ്മയ്ക്ക് നേർച്ച നേർന്നു. മോക്ക് വിശ്വാസമാണെങ്കിൽ ഈ നേർച്ച നടത്തണം. ഫലപ്രാപ്തി ഉറപ്പാ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ മോളെ. മധു ആന്റി ആണല്ലോ. നോക്ക്. ഹലോ ആന്റി. മോളെ, നീ ഇപ്പൊ എവിടെയാ? ഞാനിപ്പോ പുറത്താ ആന്റി. എന്താ കാര്യം? മോളെ, ഹോസ്പിറ്റൽ വരെ പെട്ടെന്നൊന്ന് വരണം. പെട്ടെന്ന്. എന്താ ആന്റി? മോളെ, അർജുൻ ഒരു അപകടം. കാര്യങ്ങൾ ഇച്ചിരി കുഴപ്പത്തിലാ. ആന്റി, പൂജയാണ് അവനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തത്. അവൾ ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുക. എന്തൊക്കെയോ നാടകങ്ങൾ നടക്കുന്നുണ്ട്. ഒന്ന് പിടികിട്ടുന്നില്ല. മോള് പെട്ടെന്ന് വരണം. ഞാനേ ഇതാ വരുന്ന ആന്റി. ഞാൻ വേഗം എത്താം. എത്രയും പെട്ടെന്ന് ഇങ്ങി വരണം. പാതിരാത്രി ഇറങ്ങിപ്പോയവള് ഇപ്പതേ വീണ്ടും വന്ന് പറ്റിക്കൂടിയിരിക്കുക. അവളെ ഞങ്ങൾ ഓടിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷെ ഒന്നും പറയാൻ പറ്റില്ല. മോള് പെട്ടെന്ന് വാ. ഞാനേ ഒരു 10 മിനിറ്റിനുള്ളിൽ എത്താം ആന്റി. ആ ശരി. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോണം. അർജുന് സീരിയസ് ആണെന്ന്. എത്രയും പെട്ടെന്ന് നമുക്ക് പോണം. ഓക്കെ, നീ ടെൻഷൻ ആകട്ടെ. ഞാൻ നിന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്യാം. ഞാൻ എന്തായാലും ആശുപത്രിയിൽ കയറുന്നില്ല. എന്നെ അവിടെ ഇറക്കിയാ മതി. വേഗം. ഓക്കെ ഓക്കെ. മാധുരി, നീ റൂമിൽ ചെന്നിരിക്കും. അഖിലേ, അമ്മയെ വിളിച്ച് റൂമിൽ കൊണ്ടാക്കി. വേണ്ട, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. എനിക്ക് എന്റെ മോനെ കാണണം. എന്റെ മോനെ ഒന്ന് കണ്ടോട്ടെ ഏട്ടാ. എന്നിട്ട് ഞാൻ എവിടെ വേണമെങ്കിലും വരാം. മാധുരി, നീ ആകെ ക്ഷീണിച്ചിരിക്കുക. നീ റൂമിൽ ചെല്ലേ. നമ്മുടെ മോനൊന്നും സംഭവിച്ചിട്ടില്ല. ആദ്യം ഞാൻ അവനെ ഒന്ന് കാണട്ടെ. അതുവരെ എന്നോട് ആരും ഒന്നും പറയരുത്. ആനന്ദേ, മാധുരി നിർബന്ധിക്കണ്ട. മോളെ, നമ്മള് പ്രാർത്ഥിച്ച ദൈവങ്ങള് നമ്മുടെ മോനെ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു തരും. നീ സമാധാനമായിട്ടിരിക്കും. കരയില്ലേ മോളെ?
അപേക്ഷകളും പലപ്പോഴായി ദേവിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാനിപ്പോൾ തിരിച്ചെടുക്കുന്നു. അതൊന്നും ദേവി എനിക്ക് നിറവേറ്റി തരണ്ട. ഇപ്പോ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഞാൻ ദേവിക്ക് മുന്നിൽ വെക്കുന്നുള്ളൂ. അർജുൻ സാറിന്റെ ജീവൻ രക്ഷിക്കണം. ബാക്കി ഇതുവരെ അപേക്ഷിച്ചതിനൊക്കെ പകരമായി ഈ ഒരൊറ്റ പ്രാർത്ഥന നിറവേറ്റി തന്നാ മതി. എന്തെങ്കിലും സാഹചര്യത്തിൽ അർജുൻ സാറിന്റെ ജീവൻ രക്ഷിക്കാൻ ദേവിക്ക് കഴിയുന്നില്ലെങ്കിൽ ദേവി എന്റെ ജീവൻ കൂടി എടുക്കണം. അർജുൻ സാർ ഇല്ലാത്ത ഭൂമിയിൽ എനിക്ക് ജീവിക്കണ്ട. ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം അർജുൻ സാർ ഡോക്ടർമാർക്ക് മുന്നിൽ കിടക്കുകയാണ്. മരണത്തിനും ജീവനും ഇടയിലൂടെയാണ് അർജുൻ സാർ കടന്നു പോകുന്നത്. ദേവി സാറിന്റെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ദേവി അവിടുത്തെ കടാക്ഷമാണ് ഏറ്റവും വലിയ മരുന്ന്. ദേവിയുടെ തലോടലാണ് എല്ലാവർക്കും ജീവനും ജീവിതവും ഒക്കെ നൽകുന്നത്. ദേവി കണ്ണു തുറന്ന് അർജുൻ സാറിനെ ഒന്ന് അനുഗ്രഹിക്കണം. സാറിന്റെ മുറിവുകളിൽ ദേവി ഒന്ന് തലോടണം. എന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് സാറിന്റെ ജീവനെ ഈ അവസ്ഥയിൽ എത്തിച്ചത്. മറ്റൊരാളിന് വേണ്ടി സമർപ്പിച്ച ജീവനാണ് അർജുൻ സാറിൻ്റെത്. അതുകൊണ്ട് തന്നെ ആ ജീവന്റെ വില എത്ര വലുതാണെന്ന് ദേവിക്കറിയാലോ. അർജുൻ സാറിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി എത്ര കഠിനമായ നേർച്ച വേണമെങ്കിലും അമ്മയുടെ തിരുമുന്നിൽ ഞാൻ നടത്താം. നമ്മൾ ആർക്കു വേണ്ടിയാണോ പൂജ ചെയ്യുന്നത് ആ ആളിന് ഈശ്വര അനുഗ്രഹവും ഈശ്വരാധീനവും ഉണ്ടാവും. അർജുൻ സാർ അനുഭവിക്കുന്ന വേദനയുടെ ഒരംശമെങ്കിലും ഞാൻ അറിയണം. അതിനുവേണ്ടി ഈ കനൽ ചവിട്ടി നിന്ന് അമ്മയെ പ്രാർത്ഥിക്കാം. അമ്മ റൂമിലേക്ക് ചെല്ല്. ആഹാരം വാങ്ങിയിട്ടുണ്ട്, ചെന്ന് എന്തെങ്കിലും കഴിക്ക്. അമ്മ എത്ര നേരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു? ഇന്നലെ ഒന്നും കഴിച്ചില്ലല്ലോ. അകത്ത് കിടക്കുന്ന എന്റെ മോനുമൊത്തെ ഞാനിനി ആഹാരം കഴിക്കും. അമ്മ ഞാൻ വേണ്ട.